ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് വീഡിയോസിൻ്റെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലരും അവരുടെ ഒരു ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ സ്ഥിരമായി ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ പല ഷോർട്സിനും അവർക്ക് വ്യൂസ് എല്ലാം വളരെയധികം കുറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ 100 വ്യൂസ് അല്ലെങ്കിൽ 150 വ്യൂസ് എല്ലാം വന്ന് ഇവിടെയെല്ലാം സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യത്തെ ഇതിനെ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഇതിനായി നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഷോർട്സ് എല്ലാം ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഷോർട്സിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഏറ്റവും കോമ്പറ്റേറ്റീവായ ഒരു ലെങ്ത് എല്ലാമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഷോർട്സിൻ്റെ പെർഫോമൻസിനെ എല്ലാം ഇത് ബാധിക്കും. കാരണം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ എല്ലാം ഉള്ള ഒരു ലെങ്ത് എല്ലാമാണ് ഇപ്പോൾ അധികം ആളുകളും യൂസ് ചെയ്യുന്ന ഒരു ലെങ്ത് എന്ന് പറയുന്നത് 30 സെക്കൻഡ് വരെയുള്ള ലെങ്ത് എല്ലാം യൂസ് ചെയ്ത് ഷോർട്സ് എല്ലാം ഉണ്ടാക്കാറുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 40 മുതൽ 60 സെക്കൻഡ് വരെയുള്ള ഇത്തരത്തിലുള്ള ഷോർട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. അതിനാൽ തന്നെ ഇങ്ങനെ കൂടുതൽ ആളുകൾ അപ്ലോഡ് ചെയ്യുന്ന ലെങ്ത്തിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ എല്ലാം കുറവായി വരും. എന്നാൽ ഇതിനൊരു അഡ്വാൻറ്റേജും അതുപോലെ ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ 30 സെക്കൻഡ് ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നവർ, അവർക്ക് ഇപ്പോൾ 25 സെക്കൻഡ് എല്ലാം വ്യൂ എല്ലാം വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും പേഴ്സൻറ്റേജ് എല്ലാം ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എല്ലാം ഉണ്ട് എന്ന് കരുതുക. എന്നാൽ നിങ്ങളുടെ 60 സെക്കൻഡ് അപ്ലോഡ് ചെയ്തതിൽ 25 സെക്കൻഡ് എല്ലാമാണ് ആളുകൾ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ വീഡിയോ റാങ്കിങ് കുറയാനാണ് സാധ്യത. കാരണം ഇത്തരത്തിൽ 30 സെക്കൻഡ് അപ്ലോഡ് ചെയ്തവരിൽ നിന്നും 25 സെക്കൻഡ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ കൂടുതൽ വ്യൂസ് പേഴ്സൻറ്റേജ് എല്ലാം വന്നിരിക്കുന്നത് 30 സെക്കൻഡ് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തവരിലാണ്. എന്നാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ 30 സെക്കൻഡ് വീഡിയോസ് എല്ലാം ആദ്യമെല്ലാം അപ്ലോഡ് ചെയ്യുകയാണ് എന്ന് കരുതുക. ഇങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്രാജുവലി ഇതിൻ്റെ ലെങ്ത് എല്ലാം കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അനലിറ്റിക്സ് തന്നെയാണ്. നിങ്ങൾ ഒരു 30 സെക്കൻഡ് വീഡിയോസ് എല്ലാം സ്ഥിരമായി അപ്ലോഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഇത്തരത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എത്രത്തോളം ആളുകൾ എത്ര സെക്കൻഡ് എല്ലാം കാണുന്നുണ്ട് എന്നെല്ലാം നിങ്ങൾ വിലയിരുത്തുക. അതുപോലെ നമുക്ക് ഏകദേശം ഒരു 70% എല്ലാം വ്യൂസ് എല്ലാം ലഭിക്കുകയാണെങ്കിൽ, അതായത് അത്രത്തോളം ആവറേജ് ഡ്യൂറേഷൻ എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇങ്ങനെയെല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ 100-200 വ്യൂസ് എന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് 1 lakh 2 lakh അതുപോലെ നല്ല രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. അതായത് സ്ഥിരമായി നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു 70%ലേക്കെല്ലാം നിങ്ങളുടെ വീഡിയോസ് എല്ലാം കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രോത്ത് എല്ലാം കാണാൻ സാധിക്കും. കാരണം ഈ ഒരു പേഴ്സൻറ്റേജ് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു പേഴ്സൻറ്റേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, എല്ലാ തരത്തിലുള്ള കണ്ടന്റിനും ഇതുപോലെ നമുക്ക് 70% വ്യൂസ് ഒന്നും ലഭിച്ചു എന്ന് വരില്ല. ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയ ഒരു കണ്ടന്റ് ആണ് ചെയ്യുന്നത്. ചിലർ ഇതുപോലെ ട്രെൻഡ്സ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം തന്നെ കണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവർ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഇത് കാണണമെന്നില്ല, അവർ പെട്ടെന്ന് തന്നെ ഇത് സ്വൈപ്പ് ചെയ്ത് പോകാനെല്ലാം കാരണമാകും. അതിനാൽ തന്നെ നമ്മുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എല്ലാം ഇവിടെ കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ഷോർട്സ് വീഡിയോസ് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ നേരമെല്ലാം കാണണമെങ്കിൽ, അതായത് നമ്മുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എല്ലാം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിന് നമ്മൾ നല്ല രീതിയിലുള്ള കുറച്ച് സ്ട്രാറ്റജീസ് എല്ലാം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണാം, ചില ഷോർട്സിലെല്ലാം തന്നെ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് എല്ലാം തന്നെ ആദ്യമെല്ലാം കാണിക്കും. അതിനാൽ തന്നെ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ഷോർട്സ് വീഡിയോ എല്ലാം മുഴുവനായി ഒരുപാട് പേർ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം തന്നെ ഈ ഒരു സ്ട്രാറ്റജി എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് പേർ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ എൻഡ് വരെയെല്ലാം കാണുന്നത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാകാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. ഇങ്ങനെയുള്ള പലവിധ സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ അവർ അപ്ലൈ ചെയ്യുന്നത് കാണാം.
അതുപോലെ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഷോർട്സ് വീഡിയോസിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻട്രോ എല്ലാം കൊടുക്കുന്നതാണ്. വലിയ രീതിയിലുള്ള ഒരു ഇൻട്രോ എല്ലാം കൊടുക്കുമ്പോൾ നമ്മുടെ ഷോർട്സ് വീഡിയോസ് ഇതെല്ലാം തന്നെ കാണുന്നവർ വളരെ പെട്ടെന്ന് തന്നെ സ്വൈപ്പ് ചെയ്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ വളരെ ഷോർട്ടായതും അതുപോലെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ക്യാച്ച് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഇൻട്രോ എല്ലാമാണ് കൊടുക്കുന്നത് എങ്കിൽ കൂടുതൽ ആളുകൾ നിങ്ങളുടെ വീഡിയോ കൂടുതൽ നേരമെല്ലാം കാണാൻ സഹായിക്കും. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചില കുക്കിംഗ് വീഡിയോസിൻ്റെ ഷോർട്സിലെല്ലാം നിങ്ങൾ നോക്കിയാൽ കാണാം, ആദ്യം തന്നെ നമുക്ക് ആ ഒരു എൻഡ് പ്രൊഡക്റ്റ്, ഇപ്പോൾ നല്ല ഒരു കേക്ക് എല്ലാം നിർമ്മിക്കുന്നതാണ് ഷോർട്സിലുള്ളത്. അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആദ്യം തന്നെ കാണിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായുള്ള ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് അറിയാൻ പലർക്കും താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതൽ നേരം ഈ ഒരു വീഡിയോ എല്ലാം കാണുകയും അതിനാൽ തന്നെ ആ ഒരു വീഡിയോ എല്ലാം നല്ല രീതിയിൽ വൈറലാകാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പലവിധ ടെക്നിക്കുകളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ നേരം കാണണമെങ്കിൽ നല്ല കളർഫുള്ളായ വീഡിയോസ് എല്ലാം ചെയ്യുക. ഇപ്പോൾ പലരും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ക്യാമറ ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് പലർക്കും ഉണ്ടാകാം. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലാണെങ്കിലോ ഇതിൽ ഈ കളർഫുൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം തന്നെ നല്ല രീതിയിൽ വ്യൂസ് എല്ലാം പോകുന്നത് കാണാം. ഇപ്പോൾ ചില ഷോർട്സ് എല്ലാം ചെയ്യുന്നവർ അവർ നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ക്യാമറ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിലുള്ള ഡാൻസ് അത്രത്തോളം നല്ലതല്ല എങ്കിൽ കൂടി ആളുകൾ കൂടുതൽ നേരം ആ ഒരു വീഡിയോ എല്ലാം കാണാൻ താല്പര്യപ്പെടും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പല തരത്തിലുള്ള ടെക്നിക്കുകളെല്ലാം യൂസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഷോർട്സ് വീഡിയോ ഇത് വൈറലാക്കാനും അതുപോലെ നമ്മുടെ ഷോർട്സിനെല്ലാം നല്ല രീതിയിലുള്ള വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇതുപോലെ 60 സെക്കൻഡ് എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കുറയുന്നത് കൊണ്ട് തന്നെ കുറേ അധികം പേർക്ക് ഇത്തരത്തിൽ ഈ ഒരു ഷോർട്സിനെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസമെല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചിലപ്പോൾ 60 സെക്കൻഡ് വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം 40 to 60 വീഡിയോസ് എല്ലാം ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ വീഡിയോ കൂടുതൽ നേരം കാണണമെന്നൊന്നുമില്ല. അതിനാൽ തന്നെ ആദ്യം നിങ്ങൾ ചെറിയ വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുതലാക്കി കൊണ്ടുവരാനും അതുപോലെ ആളുകൾ നിങ്ങളുടെ വീഡിയോ സ്വൈപ്പ് ചെയ്തു പോകുന്നതെല്ലാം ഒഴിവാക്കാനും ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങളുടെ വീഡിയോ ആദ്യത്തെ കുറച്ച് സെക്കൻഡെങ്കിലും അത് സ്വൈപ്പ് ചെയ്യാതെ നോക്കുക എന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ഷോർട്സ് വീഡിയോയുടെ ആദ്യ കുറച്ച് സെക്കൻഡുകൾ വളരെ മനോഹരമായ അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുത്താൻ അത്തരത്തിലുള്ള ഒരു കാര്യമെല്ലാം നിങ്ങൾ കൊടുത്തിരിക്കണം. ഇങ്ങനെയെല്ലാം ചെയ്ത് നിങ്ങൾ തീർച്ചയായും വീഡിയോ എല്ലാം ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഷോർട്സ് വീഡിയോസിലെല്ലാം നല്ല രീതിയിലുള്ള ഗ്രോത്ത് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്സ് വീഡിയോ കൂടുതൽ നേരം ആളുകൾ കാണുക എന്നതാണ്. അതായത് സ്വൈപ്പ് ചെയ്തു പോകാതെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എല്ലാം നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പെർസെൻറ്റേജ് എല്ലാം കാണുന്നത് ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സ് എല്ലാം തന്നെ വൈറലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ കറക്റ്റായി കൊടുത്ത് നിങ്ങൾ വീഡിയോസ് എല്ലാം ചെയ്തു നോക്കുക. ഇപ്പോഴുള്ളതിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റമെല്ലാം കൊണ്ടുവരാം. കാരണം പലപ്പോഴും നമ്മൾ ഒരേ പാറ്റേണിൽ തന്നെ വീഡിയോസ് എല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു ട്രിക്കുകളൊന്നും അപ്ലൈ ചെയ്യാതെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഷോർട്സ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്ന ആ ഒരു വ്യൂസിൽ തന്നെ നിൽക്കുന്നത്. ഇതുപോലെ ഒരുപാട് ചേഞ്ചസ് എല്ലാം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്